കുന്നിൻ ചെരുവിലുള്ള മനോഹരമായ ഒരു ചെറിയ വീട്ടിൽ ബേല എന്നൊരു ആട്ടിടയ താമസിച്ചിരുന്നു. ബേലയ്ക്ക് ധാരാളം ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ബേല ചെമ്മരിയാടുകളുമായി താഴ്വാരത്തിലെ പുൽമേട്ടിൽ പോകും. ചെമ്മരിയാടുകളെ മേയാൻ വിട്ട ശേഷം ഏതെങ്കിലും മരത്തണലിൽ ബേല വിശ്രമിക്കും. ആ താഴ്വരയിൽ ചെമ്മരിയാടുകൾ യഥേഷ്ടം മേഞ്ഞു നടക്കും. കാരണം എന്താണെന്നോ? അവയെ പിടിച്ചു തിന്നാൻ അവിടെ കടുവയോ പുലിയോ സിംഹമോ അങ്ങനെ ആരും വരില്ലായിരുന്നു. സന്ധ്യയാകാറാകുമ്പോൾ ചെമ്മരിയാടുകൾ നടന്ന് ബേലയുടെ അരികിലെത്തും. എന്നിട്ടവർ ഒരുമിച്ച് കുടിലിലേക്ക് തിരികെ പോകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ നിന്നും ഒരു കുറുക്കൻ കുന്നിൻ ചെരുവിലെത്തി. കുറച്ച് പഴങ്ങളും പച്ചിലകളും അല്ലാതെ കുറുക്കന് വിശപ്പടക്കാൻ തക്ക ഒന്നും ആ കുന്നിൻ ചെരുവിൽ ഉണ്ടായിരുന്നില്ല. വിശന്നു വലഞ്ഞു നിന്ന കുറുക്കൻ ഒരു പാട്ട് കേട്ടു. മെല്ലെ മെല്ലെ നടന്നോളൂ എന്നോമൽ കുഞ്ഞാടുകളെ, സൂര്യൻ മാഞ്ഞു നേരം വൈകി പോകാം നമുക്കിനി വീട്ടിലേക്ക്, പോകാം നമുക്കിനി വീട്ടിലേക്ക്. ബേല അവളുടെ ആടുകളുമായി കുടിലിലേക്ക് പോകുമ്പോൾ പാടുന്ന പാട്ടായിരുന്നു അത്. അയ്യടാ, കോളടിച്ചു. നല്ല കൊഴുത്തുരുണ്ട ചെമ്മരിയാടുകൾ. ഒരെണ്ണത്തിനെ കിട്ടിയാൽ കുറച്ചു ദിവസത്തേക്ക് പിന്നെ ഒന്നും വേണ്ട. കുറുക്കന് വായിൽ വെള്ളമൂറി. അവൻ ബേലയെ പിന്തുടർന്ന് അവളുടെ വീടിനടുത്തെത്തി. രാത്രിയാകാൻ കാത്തിരുന്നു. ബേല ഉറക്കമായെന്നുറപ്പായപ്പോൾ കുറുക്കൻ പതിയെ ചെമ്മരിയാടുകളുടെ തൊഴുത്തിലേക്ക് പതുങ്ങി ചെന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും നായ്ക്കൾ ഭൗ ഭൗ എന്ന് കുരച്ചുകൊണ്ട് കുറുക്കന്റെ മുന്നിലേക്ക് ചാടി വീണു. കുറുക്കൻ ജീവനും കൊണ്ടോടി, പിറകെ നായ്ക്കളും. ഒടുവിൽ എങ്ങനെയോ ആ ഇരുട്ടിൽ കുറുക്കൻ നായ്ക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആടുകളുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ കുറുക്കൻ ഉറക്കമുണർന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതാ ബേല ആടുകളുമായി താഴ്വരയിലേക്ക് പോവുകയാണ്. ഇതു തന്നെ തക്കമെന്നോർത്ത് കുറുക്കൻ വീണ്ടും താഴ്വരയിലെത്തി. പതിവ് പോലെ ചെമ്മരിയാടുകളെ മേയാൻ വിട്ട ശേഷം ബേല മരത്തണലിൽ ഇരുന്നു. കുറുക്കൻ ബേലയുടെ കണ്ണിൽപ്പെടാതെ അവിടെ പതുങ്ങി നിന്നു. ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയുമായി ചങ്ങാത്തത്തിലാവാൻ അവൻ അവസരം നോക്കി നിന്നു. ആട്ടിൻകുട്ടി കൂട്ടത്തിൽ നിന്നും മാറി ഒറ്റയ്ക്കായ സമയത്ത് കുറുക്കൻ പതിയെ അടുത്തെത്തി. കുറുക്കനെ കണ്ടതും ആട് പേടിച്ചു പിന്നോട്ട് മാറി. കുറുക്കൻ സ്നേഹം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ കുഞ്ഞാടേ, നീ പേടിക്കണ്ട. ഞാൻ മാംസം കഴിക്കാറില്ല. ഞാനൊരു പാവം കുറുക്കനാണ്. നോക്ക്, ഞാൻ നിന്നെപ്പോലെ പച്ചിലകളും പഴങ്ങളും മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് നിനക്ക് ധൈര്യമായി എന്നോടൊപ്പം കൂടാം. നമുക്ക് നല്ല ചങ്ങാതിമാരാവാം. എന്താ നിന്റെ അഭിപ്രായം? ആട് പറഞ്ഞു, കുറുക്കന്മാർ കൗശലക്കാരാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്റെ അടവ് എന്നോട് വേണ്ട. നീ ഇന്നു മുഴുവൻ എൻ്റെ ഒപ്പം ഈ പുൽമേട്ടിൽ പച്ചിലകളും പഴങ്ങളും മാത്രം കഴിച്ച് മേഞ്ഞു നടക്കൂ. ആദ്യം ഞാൻ അത് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം നമുക്ക് ചങ്ങാതിമാരാവണോ വേണ്ടയോ എന്ന്. ഓ, അതിനെന്താ, ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. കുറുക്കൻ പച്ചിലകളും പഴങ്ങളും കഴിച്ച് ആടിന്റെ വിശ്വാസം നേടാൻ ശ്രമിച്ചു. നാളെ ചെമ്മരിയാടിനെ കൊന്ന് തിന്നുന്ന കാര്യം മനസ്സിൽ ഓർത്തപ്പോൾ തന്നെ അവനൊന്ന് ഓരിയിടാൻ തോന്നി. പക്ഷേ ബേലയെയും നായ്ക്കളെയും പേടിച്ച് മിണ്ടാതെ അടങ്ങിയൊതുങ്ങി പച്ചിലയും തിന്ന് നടന്നു. പതിവ് പോലെ വൈകുന്നേരമായപ്പോൾ ആടുകൾ ബേലയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. കുറുക്കനിൽ വിശ്വാസം വന്ന കുഞ്ഞാട് നാളെ കാണാമെന്ന് വാക്ക് പറഞ്ഞ് വേഗം ആട്ടിൻകൂട്ടത്തോടൊപ്പം ചേർന്ന് നടന്നു.
കുഞ്ഞാടിനെ കൊന്നു തിന്നുന്നത് സ്വപ്നം കണ്ട് കണ്ട് കുറുക്കൻ അന്ന് രാത്രി സുഖമായി ഉറങ്ങി. പിറ്റേന്നും ബേല ആടുകളുമായി എത്തി. പതിവ് പോലെ ചെമ്മരിയാടുകളെ മേയാൻ വിട്ട ശേഷം ബേല മരത്തണലിൽ ഇരുന്നു. കുറുക്കൻ ബേലയുടെ കണ്ണിൽപ്പെടാതെ അവിടെ പതുങ്ങി നിന്നു. ചെമ്മരിയാട്ടിൻകുട്ടി കുറുക്കനുള്ള സ്ഥലത്തേക്ക് നടന്നെത്തി. കുറുക്കന് സന്തോഷമായി. കുറച്ചു നേരം കുറുക്കൻ ആടിനൊപ്പം പച്ചിലകൾ തിന്ന് നടന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ കുഞ്ഞാടെ, താഴ്വരയുടെ കിഴക്കേ അറ്റത്തൊരു അരുവിയുണ്ട്. ഹോ, ആ അരുവിയിലെ വെള്ളത്തിന് എന്തൊരു മധുരമാണെന്നോ. നമുക്ക് പോയി വെള്ളം കുടിച്ചാലോ? ആ, നമുക്ക് പോകാം. ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചോട്ടെ? അയ്യോ, അത് വേണ്ട. എല്ലാവരും വന്നാൽ നമുക്ക് വയറു നിറയെ കുടിക്കാൻ വെള്ളം കിട്ടില്ല. ആദ്യം നമുക്കൊരുമിച്ച് പോകാം, പിന്നീട് കൂട്ടുകാരെ കൂട്ടാം. പാവം ആട്ടിൻകുട്ടി, അവൾ ചതിയൻ കുറുക്കന്റെ കെണിയിൽ വീണു. കുറുക്കൻ സൂത്രത്തിൽ വഴിതെറ്റിച്ച് ആടിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി. പകുതി വഴിയായപ്പോൾ കുറുക്കൻ അവന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുത്തു. മണ്ടിയായ കുഞ്ഞാടേ, നിന്നെ ഞാനിതാ തിന്നാൻ പോവുകയാണ്. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ചതിയനായ കുറുക്കനെ വിശ്വസിച്ചതിൽ ആടിന് പശ്ചാത്താപമുണ്ടായി. പക്ഷെ അവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ കുറുക്കൻ ചേട്ടാ, ഇന്ന് എന്നെ തിന്നണമെങ്കിൽ ഇവിടെ വെച്ച് തിന്നാൻ പാടില്ല. ഇവിടെ വെച്ച് എന്നെ കൊന്നു തിന്നാൽ തിന്നുന്നയാൾ ഉടനെ മരിച്ചു പോകും. ഏതെങ്കിലും ഒരു കുഴിയിലിറങ്ങിയിരുന്ന് ആരും കാണാതെ എന്നെ തിന്നോളൂ. എന്നാൽ എനിക്ക് സന്തോഷത്തോടെ മരിക്കുകയും ചെയ്യാം, കുറുക്കൻ ചേട്ടന് എന്നെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. കൊതിമൂത്ത കുറുക്കൻ മറ്റൊന്നും ആലോചിച്ചില്ല. മുന്നിൽ കണ്ട ആഴത്തിലുള്ള കുഴിയിലേക്ക് ആടിനെ തള്ളിയിടാൻ ശ്രമിച്ചു. തൻ്റെ ജീവൻ ഇപ്പോൾ അവസാനിക്കുമെന്ന് ആടിന് തോന്നി. എങ്കിലും അവൾ വീണ്ടും ഒരു വിദ്യ കൂടി പ്രയോഗിച്ചു നോക്കി. കുറുക്കൻ ചേട്ടാ, ചേട്ടൻ ആ കുഴിയിലിറങ്ങി അവിടെ വല്ല എലിയോ പാമ്പോ ഒളിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് നോക്കാമോ? അത് കേൾക്കേണ്ട താമസം. കുറുക്കൻ കുഴിയിലേക്ക് ഒറ്റച്ചാട്ടം. ചതിയൻ കുറുക്കന്റെ കാലുകളൊടിഞ്ഞ് ദേഹമാസകലം മുറിഞ്ഞു. വേദന കൊണ്ട് അറിയാതെ അവൻ നിലവിളിച്ചു പോയി. ഈ സമയം ആട് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ബേലയുടെ ശ്രദ്ധ നേടാൻ ശ്രമിച്ചു. കുഞ്ഞാടിന്റെ കരച്ചിൽ ശബ്ദം കേട്ട് ബേല നായ്ക്കളെയും കൂട്ടി വേഗം അവിടേക്കെത്തി. ബേലയെ കണ്ടതും ആട്ടിൻകുട്ടി സന്തോഷവതിയായി. കള്ളക്കുറുക്കൻ കുഴിയിൽ കിടന്ന് നിലവിളിച്ചു, അയ്യോ ആരെങ്കിലും എന്നെയും കൂടി രക്ഷിക്കണേ, അയ്യോ അല്ലെങ്കിൽ ഞാൻ ചത്തുപോകുമേ, ആരെങ്കിലും എന്നെയും കൂടി രക്ഷിക്കണേ. കള്ളക്കുറുക്കൻ കുഴിയിൽ വീണേ, കാലൊടിഞ്ഞമ്പോ കരഞ്ഞു പോയേ, ബേലയും നായ്ക്കളും ഓടി വന്നേ, കുഞ്ഞാടിൻ കുട്ടി ചിരിച്ചു നിന്നേ, ലല്ലല്ലല്ലാ 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 ലല്ലല്ലല്ലാ. കുഴിയിൽ വീണ് കാലൊടിഞ്ഞ് നാണം കെട്ട് കാട്ടിലേക്ക് മടങ്ങിയ കുറുക്കന്റെ മനസ്സിൽ കന്നലെരിയും പോലെ പ്രതികാര ചിന്ത ആളിക്കത്തുകയായിരുന്നു. ബേലയോടും കുഞ്ഞാടിനോടും അവന് കടുത്ത ദേഷ്യം തോന്നി. എന്നെ പറ്റിച്ച ആ മണ്ടിയായ കുഞ്ഞാടിനെയും എന്നെ പരിഹസിച്ച ബേലയെയും ഞാൻ വെറുതെ വിടില്ല. ഇതിനൊരു പ്രതികാരം ചെയ്യണം. കുറുക്കൻ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ബേലയുടെ നായ്ക്കളെ തനിയെ നേരിടാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതിനായി അവൻ കാട്ടിലെ ക്രൂരനായ
ഒരു പുലിയുടെ സഹായം തേടി. പുലിയുടെ അടുത്തെത്തി വണങ്ങി നിന്നുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, രാജാവേ, കുന്നിൻ ചെരുവിൽ നല്ല കൊഴുത്തുരുണ്ട ആടുകളുണ്ട്. അവിടുത്തെ കാവൽക്കാരെ പേടിച്ച് എനിക്കവയെ തൊടാൻ പറ്റില്ല. അങ്ങ് എന്നെ സഹായിച്ചാൽ ആ കൂട്ടത്തിലെ ഏറ്റവും സ്വാദുള്ള കുഞ്ഞാടിനെ ഞാൻ അങ്ങേക്ക് പിടിച്ചു നൽകാം. എനിക്ക് ആ ഇടയപ്പെണ്ണിനോട് പ്രതികാരം ചെയ്താൽ മാത്രം മതി. കൊഴുത്തുരുണ്ട ആടെന്ന് കേട്ടപ്പോൾ പുലിയുടെ വായിൽ വെള്ളമൂറി. അവൻ കുറുക്കന്റെ കെണിയിൽ വീണു. ശരി, നാളെ തന്നെ ആ ആടിനെ നീ എന്റെ മുന്നിലെത്തിക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തിന്നും. പുലി ഗർജിച്ചു. അതേസമയം കുന്നിൻ ചെരുവിലെ വീട്ടിൽ ഇപ്പോൾ ബേലയ്ക്ക് കൂട്ടിനായി അവളുടെ അനിയൻ ലിയോ കൂടി ഉണ്ടായിരുന്നു. ധീരനും മൃഗങ്ങളെ ജീവനു തുല്യം സ്നേഹിക്കുന്നവനുമായിരുന്നു ലിയോ. കുഞ്ഞാട് ലിയോയുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്നു. രാവിലെ പതിവ് പോലെ ബേലയും ലിയോയും ആടുകളുമായി താഴ്വരയിലേക്ക് പുറപ്പെട്ടു. കുഞ്ഞാട് ലിയോയെ തൊട്ടുരുമി സന്തോഷത്തോടെ നടന്നു. ലിയോ അവന്റെ മൗത്ത് ഓർഗൻ എടുത്ത് മനോഹരമായി വായിക്കാൻ തുടങ്ങി. ബേല ആ താളത്തിനൊത്ത് അതിമനോഹരമായി പാടി. താഴ്വാരം തളിർച്ചൂടി താരമേ താണു നീ, തിങ്കളേ നിന്നെ തേടി ഞാനീ പകലിലും. താഴ്വരയിൽ ആടുകൾ മേയുന്നതിനിടെ കാട്ടുപൊന്തയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന കുറുക്കനും പുലിയും അവരെ നിരീക്ഷിക്കുകയായിരുന്നു. മേഞ്ഞു നടക്കുന്ന ആടുകളെ കണ്ടപ്പോൾ പുലിക്ക് വലിയ സന്തോഷമായി. കുറുക്കൻ തന്നെ പറ്റിച്ചതല്ലെന്ന് പുലിക്ക് മനസ്സിലായി. കുറുക്കൻ പുലിയോട് മന്ത്രിച്ചു, ദാ ആ കാണുന്നതാണ് കുഞ്ഞാട്. ഞാൻ അതിനെ സൂത്രത്തിൽ ഇങ്ങോട്ട് ആകർഷിക്കാം. അങ്ങ് അതിനെ പിടിച്ചോളൂ. എന്നിട്ട് ആ ഇടയപ്പെണ്ണിനെ ഒന്ന് പേടിപ്പിക്കാൻ എന്നെ സഹായിക്കണം. കുറുക്കൻ പതുക്കെ പതുങ്ങി പതുങ്ങി കുഞ്ഞാടിന്റെ മുന്നിലേക്ക് ചെന്നു. വീണ്ടും കുറുക്കനെ കണ്ടതും കുഞ്ഞാട് ഭയന്നു വിറച്ചു. കുറുക്കൻ കരയുന്ന ഭാവത്തിൽ പറഞ്ഞു, കുഞ്ഞാടേ, എന്നോട് ക്ഷമിക്കൂ. അന്ന് പറ്റിയ അപകടത്തിൽ എന്റെ കാലുകൾ തളർന്നു പോയി. എനിക്ക് നടക്കാൻ വയ്യ. ദാ ആ പൊന്തയ്ക്കപ്പുറം നല്ല മധുരമുള്ള കാട്ടുപഴങ്ങളുണ്ട്. എന്നെ അവിടെ എന്നെത്തിക്കാൻ സഹായിക്കുമോ? ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എന്നാൽ ഇത്തവണ ദൂരെന്ന് ലിയോയുടെ കണ്ണുകൾ കുറുക്കന്റെ മേൽ പതിഞ്ഞിരുന്നു. പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പുലിയുടെ വാലും ലിയോ കണ്ടു. അപകടം മണത്ത ലിയോ തന്ത്രപൂർവം കുഞ്ഞാടിന്റെ അടുത്തേക്ക് നടന്നു. ലിയോ വരുന്നത് കണ്ട് കുറുക്കൻ പരിഭ്രാന്തനായി. അവൻ പുലിയോട് വേഗം കുഞ്ഞാടിന് മേൽ ചാടി വീഴാൻ ആജ്ഞാപിച്ചു. ദാ നിൽക്കുന്നു അങ്ങേക്കുള്ള ഇര, പിടിച്ചോളൂ. എന്നിട്ടവൻ വേഗം പൊന്തക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ക്രൂരനായ പുലി കുഞ്ഞാടിന് നേരെ ചാടി വീണു. ഭയന്നു വിറച്ച കുഞ്ഞാട് ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടിമറയാൻ ശ്രമിച്ചു. പുലി കുഞ്ഞാടിന്റെ പിന്നാലെ പാഞ്ഞു. എന്നാൽ ധീരനായ ലിയോ ഒട്ടും ഭയക്കാതെ പുലിയുടെ മുന്നിലേക്ക് ചാടി വീണു. അവൻ തന്റെ സർവ്വ ശക്തിയും എടുത്ത് കടിയാണി വടി കൊണ്ട് പുലിയെ അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും വേട്ടനായ്ക്കൾ ഭൗ ഭൗ എന്ന് ഉഗ്രമായി കുരച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. പിന്നാലെ ബേലയും. നായ്ക്കളുടെ അപ്രതീക്ഷിത ആക്രമണത്തിലും ലിയോയുടെ ധീരതയ്ക്ക് മുന്നിലും പുലി പൂർണ്ണമായും ഭയന്നുപോയി. പുലി
കാട്ടിലേക്ക് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ ഓട്ടത്തിനിടയിൽ വഴിയരികിൽ പമ്മി നിന്ന കുറുക്കനെ പുലി കണ്ടു. തന്നെ അപകടത്തിലാക്കിയ കുറുക്കനോട് പുലിക്ക് കടുത്ത ദേഷ്യം തോന്നി. എന്നെ ചതിച്ചു നായ്ക്കളുടെ മുന്നിലേക്ക് തള്ളിവിട്ട കള്ള കുറുക്ക, നിന്നെ ഞാൻ വെറുതെ വിടില്ല. പേടിച്ചരണ്ട കുറുക്കൻ ജീവനും കൊണ്ട് ഓടാൻ നോക്കി. പുലി കുറുക്കന്റെ കഴുത്തിനു പിടികൂടി ദൂരേക്കെറിഞ്ഞു. അപകടമെല്ലാം ഒഴിഞ്ഞപ്പോഴാണ് ബേലയും ലിയോയും ആ സത്യം മനസ്സിലാക്കിയത്. പേടിച്ചോടിയ കുഞ്ഞാട് അവിടെ എങ്ങുമില്ലായിരുന്നു. ബേലയും ലിയോയും കാട് മുഴുവൻ നടന്ന് കുഞ്ഞാടിനെ തിരഞ്ഞു. നേരം ഇരുട്ടി രാത്രിയായി തുടങ്ങിയിട്ടും കുഞ്ഞാടിനെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ രണ്ടുപേരും വല്ലാതെ പരിഭ്രാന്തരായി. പുലിയെ പേടിച്ചോടിയ കുഞ്ഞാട് കാട്ടിലെ ഒരു വലിയ പാറക്കൂട്ടത്തിനിടയിലെ ഇടുക്കിൽ ചെന്ന് കുടുങ്ങിപ്പോയിരുന്നു. അത് ഉച്ചത്തിൽ കരഞ്ഞു നിലവിളിച്ചെങ്കിലും പാറകളുടെ മറവിലായതിനാൽ ആ ഒച്ചയൊന്നും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞു കരഞ്ഞു തളർന്ന് ഒടുവിൽ അവിടെ ഇരുന്ന് മയങ്ങിപ്പോയി. കാട്ടിലെ ഇരുട്ടിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ലിയോയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൻ തന്റെ അരയിൽ തിരികിയിരുന്ന മൗത്ത് ഓർഗൻ എടുത്ത് ചുണ്ടോട് ചേർത്തു. കാടിന്റെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് മനോഹരവും പരിചിതവുമായ ഒരു ഈണം ഒഴുകിയെത്തി. ആ ഒച്ച കേട്ടതും കുഞ്ഞാട് ഞെട്ടി ഉണർന്നു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അടുത്തെവിടെയോ ഉണ്ടെന്ന് അതിന് മനസ്സിലായി. അത് തന്റെ സർവശക്തിയും സംഭരിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ബേലയും ലിയോയും വേഗത്തിൽ ഓടിയെത്തി. പാറയിടുക്കിൽ കുടുങ്ങിക്കിടന്ന കുഞ്ഞാടിനെ പതിയെ പുറത്തെടുത്തു. തളർന്നുപോയ കുഞ്ഞാട് ലിയോയുടെ നെഞ്ചിൽ മുഖമമർത്തി നിന്നു. ബേല ഓടിവന്ന് അനിയനായ ലിയോയെ കെട്ടിപ്പിടിച്ചു. അവന്റെ ധീരതയെയും ബുദ്ധികൂർമ്മതയെയും അവൾ മനസ്സാ അഭിനന്ദിച്ചു. അന്നു തൊട്ട് ആ താഴ്വരയിൽ അവരെ ഉപദ്രവിക്കാൻ മറ്റൊരു മൃഗവും ധൈര്യപ്പെട്ടതേയില്ല.